ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് ഓഫ് വാഗമൺ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായ വിശുദ്ധ എലിസബത്തിന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്നെനിക്ക് അവസരം ലഭിച്ചത് ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. സ്നാപക യോഹന്നാന്റെ അമ്മയായ ഈ വിശുദ്ധ വനിതയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. വിശുദ്ധ എലിസബത്ത് പുരോഹിതനായ സക്കറിയായുടെ ഭാര്യയായിരുന്നു. വാർദ്ധക്യമായിട്ടും അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അക്കാലത്തെ സമൂഹത്തിൽ ഇത് വലിയ ദുഃഖമായി കണക്കാക്കിയിരുന്നു. എന്നാൽ മക്കളില്ലാത്തതിന്റെ പേരിൽ അവർ ദൈവത്തെ പഴിച്ചില്ല. പകരം ദൈവത്തിൽ ആശ്രയിച്ച് നീതിയോടെയും വിശ്വസ്തയോടെയും ജീവിച്ചു. അവരുടെ ഈ വിശ്വാസമാണ് നമുക്ക് ആദ്യത്തെ പാഠം. ഒരു ദിവസം സക്കറിയ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവർക്കൊരു മകനുണ്ടാകുമെന്ന് അറിയിച്ചു. ദൈവത്തിന്റെ ഈ വാഗ്ദാനം കേട്ട് എലിസബത്ത് സന്തോഷിച്ചു. 6-ാം മാസത്തിൽ മറിയം ഗർഭിണിയായിരിക്കുന്ന വിവരം അറിയിച്ചുകൊണ്ട് ഗബ്രിയേൽ മാലാഖ എലിസബത്തിനെ സന്ദർശിച്ചു. ഈ വിവരം അറിഞ്ഞ് എലിസബത്ത് മറിയത്തെ കാണാൻ അതിയായി ആഗ്രഹിച്ചു. മറിയം എലിസബത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടി. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് എലിസബത്ത് മറിയത്തെ സ്വീകരിച്ചു. ഇതുമൂലം എലിസബത്ത് മറിയത്തെയും മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന മിശ്കായെയും തിരിച്ചറിഞ്ഞു. വിനയത്തിന്റെയും എളിമയുടെയും ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ എലിസബത്ത്. മറിയത്തെ കാണുമ്പോൾ പോലും താൻ ആരും അല്ലാത്തതുപോലെ ദൈവമാതാവിന്റെ അമ്മയെ കാണാൻ ഭാഗ്യം ലഭിച്ചതിൽ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ എലിസബത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോവുക. വിനയവും എളിമയും, ദൈവത്തിന് സ്വയം സമർപ്പിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, സന്തോഷം പങ്കുവയ്ക്കുക, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, ദൈവാനുഗ്രഹങ്ങൾ പങ്കുവെക്കുക. വിശുദ്ധ എലിസബത്തിനെ പോലെ നമുക്കും ദൈവത്തിന് സ്വയം സമർപ്പിക്കാം. നന്ദി.